ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇത് ചീനി, നമ്മുടെ കപ്പ, ചീനി, കൊള്ളി എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, കപ്പയുടെ കട്ട്ലറ്റാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അത് പക്ഷേ നല്ല ഇതുപോലെ നല്ല പഞ്ഞി പോലെ വേവുന്ന ചീനി വേണം. ചില ചീനി വേവിച്ച് കഴിഞ്ഞാൽ കഷ്ണം പോലെ കിടക്കത്തില്ലേ, അങ്ങനെയുള്ള ചീനി വെച്ച് കട്ട്ലറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. ഈ ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ, കട്ട്ലറ്റിൻ്റെ ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്ന ചീനി വേണം. അതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാം. അത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിലൊഴിച്ച് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ അത് മൂത്ത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴന്ന് പോരുത്. നമ്മൾ ഈ കട്ട്ലറ്റിനകത്ത് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ലേ, ആ ഒരു പരുവം ആവുന്നത് അനുസരിച്ച് നമ്മളത് മിക്സ് ചെയ്യാൻ മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അത് വഴന്നാൽ മതി. നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വഴറ്റുന്ന പോലെ ഒരുപാട് ഓവറായിട്ട് വഴറ്റണ്ട. അതിലേക്ക് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ ചീനി ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അത്രയും ജോലി കുറവാണ്. ആദ്യം ചീനി വെച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഒരു പരുവമായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത് ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ്. ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ടീസ്പൂണോ ടേബിൾ സ്പൂണോ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ച മണമില്ലേ, ആ മണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അതിന് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചീനി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്ന് കുഴയ്ക്കണം. ചീനി വേവിച്ചെങ്കിലും നന്നായിട്ട്, ഞാൻ ആ പൊട്ടറ്റോ സ്മാഷർ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചീനിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് അത് ഈ നമ്മൾ ഉണ്ടാക്കിയ കൂട്ടുമായിട്ട് സവാളയും ഒക്കെ വഴറ്റിയെടുത്ത ആ ഒരു മിക്സുമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ചൂട് ആറിക്കഴിയുമ്പോൾ കൈകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എത്ര നോക്കിയാലും ഇതിനകത്തിരുന്നത് കറക്റ്റായിട്ട് മിക്സാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാനത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി, നമ്മുടെ ഒരു ചപ്പാത്തിയുടെ മാവ് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഓരോ ഉരുളയെടുത്ത് ഷേപ്പാക്കി എടുക്കുക. ഞാൻ ആദ്യം കരുതിയത് ഒരു 5 എണ്ണം ഉണ്ടാക്കാമെന്നാണ്. പിന്നെ വിചാരിച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് ഉരുട്ടിപ്പരത്തി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടെ അങ്ങ് ഷേപ്പ് ചെയ്ത് വെച്ചു. ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാം, ബാക്കി ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാമല്ലോ. ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ 2-3 ദിവസം, ചീനി ആയതുകൊണ്ട് 2-3-4 ദിവസത്തോളം മതി ഇരിക്കും. അത് ഫ്രീസറിൽ നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എന്നിട്ട് 2 മുട്ട ബീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു നുള്ളു ഉപ്പും കൂട്ടൊന്ന് അടിച്ചതും, പിന്നെ കാണിച്ച റസ്കിൻ്റെ പൊടിയാണ്. ആ റസ്കിൻ്റെ പൊടിയും ആദ്യം എടുക്കുക. റസ്കിൻ്റെ പൊടിയും എടുക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട്ലറ്റ് ഓരോന്നെടുത്ത് മുട്ടയ്ക്കകത്തിട്ട് സ്പൂൺ വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് റസ്കിൻ്റെ പൊടിയിലിട്ട് കവർ ചെയ്തെടുക്കുക. കയ്യിൽ ഓവറായിട്ട് പറ്റാതെ നോക്കണം, കാരണം റസ്കിൻ്റെ പൊടിയിൽ പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ എവിടെയൊക്കെ കട്ട പിടിച്ചൊക്കെ കിടക്കും. അത് തന്നെ കാര്യം. എന്നിട്ട് എണ്ണ ഒഴിച്ച് തവ ചൂടായി കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഞാൻ ആദ്യം തീ കൂട്ടിയിട്ടിരുന്നതുകൊണ്ട് ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട്. കരിഞ്ഞു പോയെങ്കിലും പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചൂടോടെ തിന്നുന്നതിനെക്കാട്ടും നല്ലത് അത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തിന്നുമ്പോൾ നല്ലതായിട്ട് ഉറച്ച് കിട്ടും. ചൂടോടെ തിന്നുവാണെങ്കിൽ അതൊരു സോഫ്റ്റായിട്ട് നല്ല മെൽറ്റായിട്ട് പോകും വായിലിട്ട് കഴിഞ്ഞാൽ. ഇത് ഞാൻ ആ ബ്രെഡ് ക്രംസിൻ്റെ പൊടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ആ എണ്ണ ഇത്രയും കറുത്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും നമുക്ക് കാണാം.